കാസർഗോഡ് ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് വായനശാലയുമായി സഹകരിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 24ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഇഫ്താർ വിരുന്ന്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. 24ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിവസത്തിലാണ് കായിക താരങ്ങൾക്കും ഒഫീഷ്യൽസിനും നാട്ടുകാർക്കുമായി ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. കാസർഗോഡ് ജില്ലാ ബേസ്ബോൾ അസോസിയേഷന്റെയും കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്നേഹവിരുന്ന്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കുട്ടികളും ഒഫീഷ്യൽസും സംഘാടകരും പൊതുപ്രവർത്തകരും നാട്ടുകാരുമെല്ലാം വിരുന്നിൽ പങ്കെടുത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TV ശ്രീധരൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റംസാൻ മാസം എന്ന് പറയുന്നത് ഏറെ പവിത്രവും പുണ്യം നിറഞ്ഞൊരു കർമ്മമാണ്. പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഒട്ടനവധി ചടങ്ങുകളുണ്ട്. അത് വ്യത്യസ്ത ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരെ തമ്മിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റംസാൻ്റെ ഒരു മഹത്തായ സന്ദേശം എന്ന് പറയുന്നത് ഒരു ലോക സാഹോദര്യവും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ബേസ്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു മതസാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കായിക മേളകളുടെയും കായിക പ്രവർത്തനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ശാരീരികമായ അതുപോലെ കായികമായ വശം മാറ്റി നിർത്തിച്ചാൽ എല്ലാവരെയും ഏകോപിപ്പിക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. വാർഡ് മെമ്പർ VM കുമാരൻ, ബേസ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആനന്ദ്ലാൽ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹംലാദ്, PP അശോകൻ മാസ്റ്റർ, M രാജേഷ്, M വിനോദ്, MC ഖദീജ, മുൻ മെമ്പർമാരായ P രേഷ്ണ, നവീൻ ബാബു, V പ്രദീപൻ, M ലിജി, VP ഭവിത, K ശശിധരൻ മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.